പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ കുർത്തി സെറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് പ്യുവർ ചിനോൺ ഫാബ്രിക്കിലാണ്. ചിനോൺ ഷിഫോൺ എന്ന് പറഞ്ഞ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡിസൈനർ ഔട്ട്ഫിറ്റാണ്. ഫുൾ സെറ്റായിട്ട് ടോപ്പും ബോട്ടും ദുപ്പട്ടയായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ നോക്കാം. ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ഡസ്റ്റി ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫാബ്രിക് ഞാൻ പറഞ്ഞു പ്യുവർ ചിനോൺ ആണ്. അത് ഡൈ ചെയ്ത് ഈ ഒരു ഷെയ്ഡിലോട്ട് ആക്കിയിരിക്കുന്നതാണ്. നെക്കിന് ചുറ്റും എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അതും എംബ്രോയ്ഡറി നല്ല വർക്കാണ്. അതിനകത്ത് ജർദോസിയും ത്രെഡും സീക്വൻസും കട്ട് ബീഡ്സും കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു ഫൈൻ എംബ്രോയ്ഡറി ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് യോക്ക് പോർഷനിലോട്ടും കൂടെ പോയിട്ടുണ്ട്. ചെറിയ ബട്ടൺസ് ഈ ഒരു മിഡിൽ പോർഷനിൽ വന്നിട്ട് ഫ്രണ്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ മോട്ടീവ്സ് എംബ്രോയ്ഡറി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട്. അതും ത്രെഡും സർദോസിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഹെംലൈൻ ആണ്. ഹെംലൈനിലോട്ട് ഇതുപോലെ സ്കാലപ്പ് പാറ്റേൺ ചെയ്തെടുത്തിരിക്കുകയാണ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ്. സർദോസി വർക്കും കൂടെയാണ്. സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ ഒരു സ്കാലപ്പ് പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡ്. അപ്പം ഇതിൻ്റെ ടോപ്പിൽ വിത്ത് ലൈനിങ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല ലോങ് ആയിട്ടുണ്ട്, ലെങ്തും കൂടുതലാണ്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗാൻസ ഫാബ്രിക്കിലാണ്. വിസ്കോസ് ഓർഗാൻസയിലാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. ചുറ്റും സ്കാലപ്പ് വന്നിട്ടുണ്ട്, കട്ട് ബീഡ് വർക്കും വരുന്നുണ്ട്. ഇടയ്ക്കൂടെ ചെറിയ മോട്ടീവ്സ് ഇതുപോലെ കട്ട് ബീഡ്സ് ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. അടുത്തതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂണിലാണ്. ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ്. ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും സ്ട്രെയിറ്റ് പാറ്റേണിലുള്ള കട്ടിംഗ് ആണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇതാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. സൈസസ് നമുക്ക് 40, 42, 44 സൈസസ്, ഈ 3 സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെയൊക്കെ വാഷ് കെയർ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ പ്രത്യേകം നോക്കുക. സൈസ് ചാർട്ട് പ്രത്യേകം നോക്കി മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.